ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അരിത്തമെറ്റിക് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷനും കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അരിത്തമെറ്റിക് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷനാണ് പറയാൻ പോകുന്നത്. ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞു, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാ മൈക്രോ ഓപ്പറേഷനും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ അതിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതിൽ അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷനാണ് ആദ്യം പറയുന്നത്. ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷനാണ് ആഡ്, സബ്ട്രാക്ട്, കോംപ്ലിമെൻറ്റ് ആൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു ആഡ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. എയും ബിയും ആഡ് ചെയ്യുന്നു, എഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ 3 രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എഫ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഇനി എയും ബിയും തമ്മിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് പാരലൽ ആഡർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. പാരലൽ ആഡർ എന്താണെന്നുള്ള കാര്യം നമ്മൾ STLDയിൽ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ പാരലൽ ആഡർ യൂസ് ചെയ്തിട്ടാണ് 2 രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് തേർഡ് വണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കാണിക്കുന്നത് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ ആണ്. അതിൻ്റെ സിംബോളിക് ഡെസിഗ്നേഷനും ഉണ്ട്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ഫസ്റ്റ് വൺ ആദ്യം പറഞ്ഞത് തന്നെയാണ്, സം ആണ്. എയും ബിയും ആഡ് ചെയ്ത് എഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ എയിൽ നിന്ന് ബീനെ മൈനസ് ചെയ്ത് എഫിലേക്ക് വെക്കുന്നു. ദെൻ ബിയിലേക്ക് ബി കോംപ്ലിമെൻറ്റ് വെക്കുന്നു. ബി കോംപ്ലിമെൻറ്റ് ബീൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. 1നെ എല്ലാം 0 ആക്കണം, 0നെ എല്ലാം 1 ആക്കണം. ദെൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ബിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത്. അതെന്താണ്? അത് 2's കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ബി ഈക്വൽ ടു ബി ഡാഷ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ബിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് വൺ, എയുടെ കൂടെ ബി ഡാഷും പ്ലസ് 1ഉം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ബി ഡാഷ് പ്ലസ് 1 എന്താണ്? ബിയുടെ 2's കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ബിയുടെ 2's കോംപ്ലിമെൻറ്റിനെ എയിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ എയിലേക്ക് എ പ്ലസ് 1 പ്ലേസ് ചെയ്യുന്നു. അതായത് എനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ദെൻ എ മൈനസ് 1, എനെ ഡിക്രിമെൻറ്റ് ചെയ്തു. ഇതാണ് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ. ഇനി അരിത്തമെറ്റിക് അഡീഷൻ നടക്കാൻ വേണ്ടിയിട്ട് പാരലൽ ആഡറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറി പാരലൽ സബ്ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. സബ്ട്രാക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഹാഫും പഠിച്ചു, ഫുള്ളും പഠിച്ചു. ഇവിടെ ഫുൾ സബ്ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത് നമ്മൾ STLDയിൽ പഠിച്ചതാണ്. അഡീഷനായിട്ട് തന്നെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് എ മൈനസ് ബി എഫിലേക്ക് പ്ലേസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അഡീഷനായിട്ട് ബിയുടെ 2's കോംപ്ലിമെൻ്റ് എടുക്കുക. ബിയുടെ 2's കോംപ്ലിമെൻ്റ് എടുക്കാൻ ബി ഡാഷ് പ്ലസ് 1 ചെയ്താൽ മതി. എന്നിട്ട് ആ 2's കോംപ്ലിമെൻറ്റിനെ എയിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എഫിലേക്ക് പ്ലേസ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡാഷ് പ്ലസ് 1. അത് ആക്ച്വലി ചെയ്യുന്നത് ബിയുടെ 2's കോംപ്ലിമെൻ്റ് എടുക്കുന്നു, എയിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, എഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റ് മൈക്രോ ഓപ്പറേഷനാണ് നേരത്തെ കാണിച്ചത്. എയിലേക്ക് എ പ്ലസ് 1ഉം എയിലേക്ക് എ മൈനസ് 1ഉം ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ അപ്പ് കൗണ്ടർ, ഡിക്രിമെൻറ്റ് ചെയ്യാൻ ഡൗൺ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആഡും ഇൻക്രിമെൻറ്റ് മൈക്രോ ഓപ്പറേഷൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കും. ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എയിലേക്ക് എ പ്ലസ് ബി വെക്കുന്നു. അത് T2 ആണ് അതിൻ്റെ സിഗ്നൽ കൊടുക്കുന്നത്, ടൈം എന്ന് പറയുന്നത്. ദെൻ എയിലേക്ക് എ പ്ലസ് 1 കൊടുക്കുന്നുണ്ട്. അത് T5 ടൈമിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് എങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ബ്ലോക്ക് ഉണ്ട്. രജിസ്റ്റർ ബി ഉണ്ട്, പാരലൽ ആഡർ ഉണ്ട്, രജിസ്റ്റർ എ ഉണ്ട്. രജിസ്റ്റർ ബിയിൽ നിന്ന് പാരലൽ ആഡറിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. രജിസ്റ്റർ എയിൽ നിന്ന് പാരലൽ ആഡറിലേക്ക് ഒരു ബൈഡയറക്ഷണൽ കണക്ഷനാണ്. ദെൻ രജിസ്റ്റർ എയിലേക്ക് മറ്റ് 2 ഇൻപുട്ട് കൂടെ ഉണ്ട്. T2ൽ ലോഡ് എന്ന് പറയുന്നതും T5ൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന 2 സിഗ്നലും കൂടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾക്കറിയാം പാരലൽ ആഡറിന് രജിസ്റ്റർ എയിൽ നിന്നും രജിസ്റ്റർ ബിയിൽ നിന്നും ഇൻഫർമേഷന് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 ഇൻഫർമേഷനെയും ഗെറ്റ് ചെയ്തിട്ട് പാരലൽ ആഡർ അഡീഷൻ ചെയ്യുന്നു. ദെൻ ആ സമ്മിനെ രജിസ്റ്റർ എയിലേക്ക് കൊടുക്കുന്നു. ഇത് രജിസ്റ്റർ എയിലേക്ക് കൊടുക്കുന്ന ടൈം T2 ആണ്. അപ്പോൾ ആ T2 സിഗ്നൽ കൊടുക്കുന്ന ടൈമിൽ ലോഡായിട്ട് അത് രജിസ്റ്റർ എയിൽ വരുന്നു. ആ ടൈമിൽ സം എന്ന് പറയുന്ന ആ വാല്യൂവിനെ രജിസ്റ്റർ എ റിസീവ് ചെയ്യുന്നു. സെക്കൻഡ് ഓപ്പറേഷൻ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ആയിരുന്നു T5 ടൈമിൽ.
അപ്പോൾ T5 എന്ന് പറയുന്ന സിഗ്നൽ അവിടെ കൊടുക്കുമ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന സിഗ്നലായിട്ട് അത് രജിസ്റ്റർ എയിൽ ചെല്ലുന്നു. രജിസ്റ്റർ എ ഒന്ന് ഇൻക്രിമെൻ്റ് ആവുന്നു. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇതതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. പാരലൽ ആഡർ രണ്ട് ഇൻഫർമേഷൻ രജിസ്റ്റർ എയിലെയും ബിയിലെയും കണ്ടന്റിനെ റിസീവ് ചെയ്യുന്നു. ദെൻ പാരലൽ ആഡർ എന്നുള്ള സംബിറ്റ്സിനെ എയിൻ്റെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ടൈമിംഗ് വേരിയബിൾ T2 ആണ് ആ സമ്മിനെ എയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ദെൻ ടൈമിംഗ് വേരിയബിൾ T5 രജിസ്റ്റർ എയിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ എനേബിൾ ചെയ്തിട്ട്. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അതാണ് അരിത്തമെറ്റിക്. നെക്സ്റ്റ് ലോജിക് മൈക്രോ ഓപ്പറേഷനാണ്. ലോജിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അതായത് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് ഓഫ് ബിറ്റ്സിലുള്ള ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും ലോജിക് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ രജിസ്റ്റേഴ്സിലെ ഓരോ ബിറ്റിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോന്നിനെയും ബൈനറി വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ ഒരു എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ എക്സോർ മൈക്രോ ഓപ്പറേഷനാണ്. എക്സോറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഒരു പ്ലസ് ഇട്ടിട്ട് അതിനൊരു റൗണ്ട് ചെയ്യുന്നതാണ് എക്സോർ. എ എക്സോർ ബി എന്ന് പറയുന്നതിനെ റിസൾട്ടിനെ എഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? എയിലെ ഒരു ബിറ്റിനെ എടുക്കും, ബിയിലെ ഒരു ബിറ്റിനെ എടുക്കും. അതായത് പെയർ ഓഫ് ബിറ്റിനെ ആയിരിക്കും ഒരു ടൈമിൽ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് 2 ബിറ്റ്സിനെ എടുക്കും. അങ്ങനെയാണ് ഇത് പോകുന്നത്. എ എക്സോർ ബി എന്തായിരുന്നു? 0 0യ്ക്കും 1 1നും റിസൾട്ട് 0. അതായത് സിമിലർ ഇൻപുട്ടിന് 0 റിസൾട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂവിന്, അതായത് 0 1നും 1 0യ്ക്കും ഒക്കെ 1 ആണ് വാല്യൂ. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എയിൽ 1 0 1 0യും ബിയിൽ 1 1 0 0യും ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സോർ എടുക്കുമ്പോൾ 0 1 1 0 വരും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ലോജിക് മൈക്രോ ഓപ്പറേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സിംബോളിക് ഡെസിഗ്നേഷനും ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്റ് ആണ്, എല്ലാ ബിറ്റിനെയും കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. ദെൻ എ ഓർ ബി ആണ്. ഈ വി പോലെ കാണിച്ചിരിക്കുന്ന സിമ്പൽ ഓറാണ്. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. എ ഓർ ബി ആണ്. ദെൻ അത് ഇൻവേർട്ട് ചെയ്യുന്നത് ആൻഡ് ആണ്, എ ആൻഡ് ബി. ദെൻ എ എക്സ് ഓർ ബി. ദെൻ SHL A എന്ന് പറഞ്ഞാൽ എനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ്. SHR A എന്ന് പറഞ്ഞാൽ എനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലോജിക് മൈക്രോ ഓപ്പറേഷനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു n ബിറ്റ്സ് ഉള്ള ഒരു രജിസ്റ്ററിൻ്റെ കോംപ്ലിമെൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ n ഇൻവേർട്ടർ ഗേറ്റ്സ് യൂസ് ചെയ്യാം. ഇൻവേർട്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ട്രയാങ്കിൾ പോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു ടിപ്പിലൊരു റൗണ്ട് ഉള്ളത് ഒരു സർക്കിൾ. ആ ഇൻവേർട്ടർ n ബിറ്റ്സ് ഉള്ള രജിസ്റ്ററിൻ്റെ ഇൻവേഴ്സ് കാണാൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് കാണാൻ n ഇൻവേർട്ടർ ഗേറ്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് മൈക്രോ ഓപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്യാം. അതായത് ആൻഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 2 രജിസ്റ്ററിലെ കണ്ടൻ്റ് ആയിരിക്കും ആൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൻഡ് ഗേറ്റ്സ് വേണം. കാരണം ഓരോരോ ബിറ്റിനെ 2 രജിസ്റ്ററിൽ നിന്നും അറ്റ് എ ടൈം ഓരോ ബിറ്റ്സിനെ എടുക്കുന്നു, ആൻഡ് ചെയ്യുന്നു. ആ റിസൾട്ടിനെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഓറും ഗ്രൂപ്പ് ഓഫ് ഓർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഓർ മൈക്രോ ഓപ്പറേഷനും പെർഫോം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് നമ്മൾ സീരിയൽ കമ്പ്യൂട്ടറിലും പാരലൽ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ രജിസ്റ്ററിനെ ഒന്നെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റ് ഷിഫ്റ്റും ചെയ്യാം. നേരത്തെ പറഞ്ഞതാണ് SHL A എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. SHR B എന്ന് പറഞ്ഞാൽ ബീനെ ഒരു ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇതുവരെ ബൂലിയൻ കൺട്രോൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു നൊട്ടേഷനാണ് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ദെൻ എൽസ് ഒരു കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ ഇഫ് ദെൻ എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. P എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ ദെൻ മൈക്രോ ഓപ്പറേഷൻ എൽസ് മൈക്രോ ഓപ്പറേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം. ഇതെന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ഇഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ ദെന്നിന് ശേഷം പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ എൽസിൽ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെന്നിന് ശേഷം പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓപ്പറേഷൻ ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിന് ശേഷം പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇപ്പോൾ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചുകൂടെ ക്ലിയറർ ആയിരിക്കും. അതായത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കാം കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. പിന്നെ ഇഫ് ദെൻ എൽസ് ഇല്ലാതെ തന്നെ നമുക്കിത് റൈറ്റ് ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ആദ്യം ഇഫ് ദെൻ എൽസ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു T2 എന്ന് പറയുന്നത് ഇഫ് C ഈക്വൽ ടു 0 ദെൻ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യുക. ഇവിടെ എഫും സിയും എല്ലാം 1 ബിറ്റ് രജിസ്റ്ററാണ്, ഒരു ബിറ്റുള്ള രജിസ്റ്ററാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം ഈ ഇഫ് ദെൻ എൽസ് ഇല്ലാതെ? അപ്പോൾ രണ്ടായിട്ട് അതിനെ എഴുതേണ്ടി വരും, രണ്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ C ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യണം. C ഈക്വൽ ടു 1 ആണെങ്കിലോ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? C'T2 എന്ന് പറഞ്ഞാൽ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക. അപ്പോൾ സിയുടെ അടുത്തത് C_T2 എന്ന് പറഞ്ഞാൽ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യുക. നോക്കാം നമുക്ക് ട്രൂ ആണോ എന്ന്. സീൻ്റെ വാല്യൂ 0 ആണെന്ന് വെച്ചോ. സീൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആദ്യത്തെ കേസ് എന്താണ്? C'T2. സീൻ്റെ വാല്യൂ 0 ആണെങ്കിൽ C' എന്താണ്? 1 വരും. അപ്പോൾ 1 T2 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക. ശരിയാണല്ലോ? 1 സിയുടെ വാല്യൂ 0 ആണെങ്കിൽ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക. അപ്പം അതേ കേസിൽ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. C0. അപ്പോൾ C0 ആണെങ്കിൽ 0 × T2. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം ഒരു ടൈമിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി സീൻ്റെ വാല്യൂ 1 നോക്കുക. സീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ C'T2 എന്നാണ്. അപ്പോൾ സീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ C' 0 വരും. അപ്പോൾ 0 × T2. അപ്പോൾ ആ ഒരു 0 വരും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ടൈമിംഗ് കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. C × T2. അപ്പോൾ സീൻ്റെ വാല്യൂ 1 × T2 T2. T2 ആണെങ്കിൽ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഇഫ് ദെൻ എൽസിനെ അവോയ്ഡ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് അതിനെ എഴുതുന്നത്. ഇവിടുത്തെ പ്രത്യേകത എഫും സിയും 1 ബിറ്റ് രജിസ്റ്ററാണ്, ജസ്റ്റ് 1 ബിറ്റേ ഉള്ളൂ. ഇനി രജിസ്റ്റർ സിക്ക് ഒരു ബിറ്റിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അതായത് സപ്പോസ് 4 ബിറ്റുണ്ട്, C1 C2 C3 C4, അങ്ങനെയാണെങ്കിൽ C ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? C1' C2' ഇൻറ്റു C3' ഇൻറ്റു C4'. ഓക്കെ, ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ C ഈക്വൽ ടു 0നെ നമ്മൾ വേറൊരു വേരിയബിളായിട്ട് അസൈൻ ചെയ്യുന്നു X. C ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു രജിസ്റ്റർ ഒരു ബിറ്റ് അല്ല, 4 ബിറ്റുണ്ട്. അപ്പോൾ 4 ബിറ്റും 0 ആവണം. അപ്പോൾ അതെങ്ങനെയാണ്? C1 C2 C1' C2' C3' ഇൻറ്റു C4'. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഏതെങ്കിലും ഒരു ബിറ്റ് 0 ആയാൽ മതി അല്ലേ? ആൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ C 0 ആവില്ലേ? കാരണം ഇത് ആൻഡ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഈ C1' ഇൻറ്റു C2' ഇൻറ്റു C3' ഇൻറ്റു C4' നമുക്ക് എങ്ങനെ എഴുതാം? C1 + C2 + C3 + C4 ഹോൾ ഡാഷ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതെന്ന്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എക്സിനെ നമുക്ക് നോർ ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം നോക്ക്, നോർ ഗേറ്റ് എന്താണ്? ഓർ ഗേറ്റിൽ ഒരു ഫ്രണ്ടിലൊരു നോട്ട് ഗേറ്റ് വെക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് നോർ ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? X × T2 എന്ന് പറഞ്ഞാൽ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക, X'T2 എന്ന് പറഞ്ഞാൽ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഡൗട്ടുള്ളവർ എന്നോട് ചോദിക്കണം. ആർക്കും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഈ C'T2ലേക്ക് C'T2 ആണെങ്കിൽ എഫിലേക്ക് 1 പ്ലേസ് ചെയ്യുക, C_T2 ആണെങ്കിൽ എഫിലേക്ക് 0 പ്ലേസ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാം. ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിവിടെ പഠിച്ചത് അരിത്തമെറ്റിക്കും ലോജിക്കും ഷിഫ്റ്റും പഠിച്ചു, ദെൻ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു. ഓക്കെ, താങ്ക് യു.